ഓക്കെ ഗൈസ്, ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക പേരും മറ്റേ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലെ റീൽസും വീഡിയോസും ഒക്കെ ചെയ്യുന്നവരായിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് വീട്ടിലെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ഉപയോഗിച്ചിട്ട് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള പല എഫക്റ്റുകളും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് സ്പ്രിംഗ് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. സ്പ്രിംഗ് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. ഇതേതാണ് ഈ പുതിയ സാധനം എന്ന് വിചാരിച്ചിട്ട് നിൽക്കൊന്നും വേണ്ട. ഇത് നമ്മളെ കൈൻ മാസ്റ്ററിന്റെ ഒരു ഷോർട്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിറക്കിയിട്ടുള്ള ഒരു ഐറ്റമാണ് സ്പ്രിംഗ്. ഇത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് ബേസിക്കലി ഒരു ടെംപ്ലേറ്റ് ബേസ്ഡ് എഡിറ്റിംഗ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. അതിൽ ഒരുപാട് ടെംപ്ലേറ്റ് ഉണ്ടാവും. ട്രെൻഡിങ് ആയിട്ടുള്ള പല ടെംപ്ലേറ്റുകളും, യൂട്യൂബ് ഷോർട്സ്, പിന്നെ റീൽസിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസും ട്രാൻസിഷൻസും ഒക്കെ ഇതിൽ കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നിങ്ങളുടെ വീഡിയോസും നിങ്ങളുടെ ഫുട്ടേജും സൗണ്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബാക്കി എല്ലാ എഫക്റ്റും അതിൽ തന്നെ ഉണ്ടായിരിക്കും. സോ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോസ് ഉണ്ടാക്കാൻ ഞാനിത് സജസ്റ്റ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ആണ് VN വീഡിയോ എഡിറ്റർ. ഇതും ആക്ച്വലി ഒരു ടെംപ്ലേറ്റ് ബേസ്ഡ് എഡിറ്റർ സോഫ്റ്റ്വെയർ ആണ്. മെയിൻലി ഫോർ ഷോർട്ട് ഫോം കണ്ടന്റുകൾക്ക് വേണ്ടിയിട്ടാണ് VN ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലും ടെംപ്ലേറ്റ് ബേസ്ഡ് ആയിട്ടാണ് കൂടുതൽ എഡിറ്റിംഗ് വരുന്നത്. ജസ്റ്റ് ഒരു ടെംപ്ലേറ്റ് എടുക്കുക, അതിലേക്ക് നിങ്ങളുടെ ഫൂട്ടേജും നിങ്ങളുടെ സൗണ്ട് എഫക്റ്റുകളും വീഡിയോസും എല്ലാം കൂടി അതിൽ റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി എല്ലാതും നോക്കിക്കോളൂ. എഫക്റ്റും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ടായിരിക്കും. ഒരുപാട് കിടിലൻ ട്രാൻസ്ലേഷൻസ് ഒക്കെ ഉള്ള ഒരു നല്ലൊരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് VN. ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി കുറച്ചുകൂടി ലോങ് ആയിട്ടുള്ള വീഡിയോ കണ്ടന്റുകളൊക്കെ എഡിറ്റ് ചെയ്യുക, അതായത് ഷോർട്ട് ഫോം അല്ലാത്ത നോർമൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയറുടെ പരിചയപ്പെടുത്താൻ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കൈൻ മാസ്റ്റർ ആണ്. ഒരുപാട് മൾട്ടിപ്പിൾ ലെയർ സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ഈ കൈൻ മാസ്റ്റർ. മറ്റു സോഫ്റ്റ്വെയർ ഇത്രയധികം ലെയേഴ്സ് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു കഴിവും കൂടി ഈ കൈൻ മാസ്റ്ററിനുണ്ട്. അതിന്റെ ബേസിക് തൊട്ടിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു എഡിറ്റർ സോഫ്റ്റ്വെയർ ആണ്. സോ അത് നല്ലൊരു മൊബൈലിലേക്ക് വേണ്ടിയിട്ടുള്ള കിടിലൻ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. എല്ലാവരും ക്യാപ് കട്ട് എന്താ പറയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാപ് കട്ട് ആക്ച്വലി ഇവിടെ ഒന്നും അവൈലബിൾ അല്ല. അത് കംപ്ലീറ്റ്ലി നിരോധിച്ചു തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ US അത് നിരോധിച്ചിട്ട്, അതുകൊണ്ടാണ് ക്യാപ് കട്ട് ഞാൻ എടുത്ത് പറയാതെ. ക്യാപ് കട്ട് നല്ല കിടിലൻ സോഫ്റ്റ്വെയർ ആണ്, ഒന്നും പറയില്ല. പക്ഷേ അതിപ്പോൾ ഇവിടെ നിരോധിച്ച കാരണമാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാത്തത്. ഇനി അടുത്തതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ മൈ ഫേവറേറ്റ് സോഫ്റ്റ്വെയർ. ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോസ് ഇത്രയും കാലം എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, ഇതിനു മുമ്പ് ലാപ്പ് എടുക്കുന്നതിന് മുമ്പ് വരെ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഇൻഷോട്ട് എന്ന് പറയുന്നത്. നല്ല സോഫ്റ്റ്വെയർ ആണ്. എനിക്കതിൽ പ്രത്യേകിച്ച് ക്രാഷ് ആവുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. കൂടാതെ ഇതിന്റെ വലിയൊരു എന്താണെന്ന് വെച്ചാൽ ഇത് 90% ഫ്രീ ആണ്. ഇതിലുള്ള കുറച്ച് എഫക്റ്റുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ പെയ്ഡ് ചെയ്യണമെന്നുള്ളൂ. പക്ഷേ വീഡിയോ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാട്ടർമാർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ഇനി അഥവാ വാട്ടർമാർക്ക് ഉണ്ടെങ്കിൽ തന്നെ ഒരു ആഡ് അതിൽ വരും. ആ ആഡ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വാട്ടർമാർക്ക് പിന്നെ വീഡിയോയിൽ ഉണ്ടാവില്ല. അധികം കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത, എന്നാൽ ഇതിൽ ആവശ്യത്തിനുള്ള എഫക്റ്റുകളും ട്രാൻസിഷൻസും സൗണ്ട് എഫക്റ്റും സ്റ്റിക്കേഴ്സും എല്ലാം തന്നെ ഇതിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാം തന്നെ ഇതിൽ കിട്ടുന്നതാണ്. അതെല്ലാം ഫ്രീ ആണ്. ഒരുപാട് ട്രാൻസിഷൻസ് ഇതിൽ ഫ്രീ ആണ്. പിന്നെയും കുറച്ചും കൂടി ട്രാൻസിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പെയ്ഡ് വെർഷൻ എടുക്കാവുന്നതാണ്. ബട്ട് പെയ്ഡ് വെർഷൻ്റെ ആവശ്യമില്ല. അതിൽ 90% നിങ്ങൾക്ക് ഫ്രീ ആണ്. സോ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഈ പറഞ്ഞ ഈ 4 സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നിങ്ങളെ വീഡിയോ എഡിറ്റിംഗ് അടുത്തൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട്. സോ ഇത് അത് മാത്രമല്ല, നിങ്ങൾ ഉപയോഗിക്കുന്ന ഇതിൽ ഉൾപ്പെടാത്ത ഏതെങ്കിലും സോഫ്റ്റ്വെയറുകൾ നിങ്ങൾ നല്ല സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട് താഴെ കമന്റ് ചെയ്യുകയും ചെയ്യുക. അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്നതാണ്. ഇറ്റ്സ് മീ വിക്കി സൈനിങ് ഓഫ്. ബൈ.